തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയ്ക്ക് സമീപമുള്ള ഇലകമണ്ണിൽ നാടിനെ നടുക്കിയ കുടുംബകലഹമാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. വൈകാരികമായ തർക്കങ്ങൾ ശാരീരിക അക്രമത്തിലേക്ക് വഴിമാറിയപ്പോൾ ഗുരുതരമായി പരിക്കേറ്റത് ഇലകമൺ സ്വദേശിയായ സിനുവിനാണ്. മറ്റൊരു യുവതിയുമായുള്ള ബന്ധത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ക്രൂരമായ മർദ്ദനത്തിൽ കലാശിച്ചത്. ഏപ്രിൽ 30 ഉച്ചയ്ക്ക് ഏകദേശം 2:30 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. സിനുവും ഭാര്യ വിചിത്രയും തമ്മിൽ ദീർഘനാളായ കുടുംബ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതായി സൂചനയുണ്ട്. സിനു മറ്റൊരു യുവതിയെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് എത്തിയതാണ് ഭാര്യയും അവിടെ ഉണ്ടായിരുന്ന ഭാര്യ പിതാവിനെയും പ്രകോപിപ്പിച്ചത്. ഈ യുവതി ആരാണെന്ന് ചോദിച്ചുകൊണ്ടുള്ള തർക്കം നിമിഷ നേരം കൊണ്ട് അക്രമാസക്തമാവുകയായിരുന്നു. വാക്കുതർക്കം മൂർച്ഛിച്ചതോടെ വിചിത്രയും പിതാവും ചേർന്ന് സിനുവിനെ നേരിടുകയായിരുന്നു. തർക്കത്തിനിടെ കയ്യിലുണ്ടായിരുന്ന കുപ്പി ഉപയോഗിച്ച് സിനുവിന്റെ തലയ്ക്ക് അടിക്കുകയായിരുന്നു. തലക്കേറ്റ അടിയെ തുടർന്ന് സിനു നിലത്തു വീണു. തലയ്ക്കും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾക്കും സിനുവിന് ഗുരുതരമായ മുറിവുകളേറ്റു. ആക്രമണം തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് കൂടുതൽ പരിക്കേറ്റതെന്നാണ് പ്രാഥമിക വിവരം. സംഭവം നടന്ന ഉടൻ തന്നെ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് അയിരൂർ പോലീസ് സ്ഥലത്തെത്തി. രക്തത്തിൽ കുളിച്ചു കിടന്ന സിനുവിനെ പോലീസ് ഉടൻ തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ വിദഗ്ധ ചികിത്സയിലാണ് അദ്ദേഹം. വിചിത്രയ്ക്കും പിതാവിനുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഗാർഹിക പീഡനം, മാരകായുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇലകമണ്ണിൽ നടന്ന ഈ സംഭവം കേവലം ഒരു വ്യക്തിപരമായ തർക്കം എന്നതിലുപരി സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുതയുടെയും നിയമം കയ്യിലെടുക്കുന്ന പ്രവണതയുടെയും പ്രതിഫലനമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിന്റെ പ്രധാന സാമൂഹിക വശങ്ങൾ നോക്കിയാൽ കുടുംബബന്ധങ്ങളിലെ വിശ്വാസ വഞ്ചനയോ തർക്കങ്ങളോ ഉണ്ടാകുമ്പോൾ നിയമപരമായ വഴികൾ തേടുന്നതിന് പകരം വൈകാരികമായ പ്രകോപനത്തിൽ അക്രമം അഴിച്ചുവിടുന്നത് വർദ്ധിച്ചു വരികയാണ്. തർക്കങ്ങൾ പരിഹരിക്കാൻ ശാരീരിക മർദ്ദനമോ മാരകായുധങ്ങളോ ഉപയോഗിക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണെന്ന് പോലീസ് അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. പരസ്പര വിശ്വാസത്തിൽ ഊന്നിയാകണം കുടുംബബന്ധങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. എന്നാൽ അവിശ്വസ്തതയും മൂന്നാമതൊരാളുടെ കടന്നുവരവും ഇത്തരം ദാരുണമായ സംഭവങ്ങളിലേക്ക് നയിക്കുന്നു. ഒരു യുവതിയുമായി ഒരു യുവാവ് വീട്ടിലെത്തുമ്പോൾ അത് സംയമനത്തോടെ നേരിടുന്നതിന് പകരം അക്രമാസക്തമായി പ്രതികരിച്ചത് കുടുംബപരമായ അസ്ഥിരതകളുടെ ആഴം വ്യക്തമാക്കുന്നു. ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുകയും ചെയ്യുന്നു. വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്ത നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നടപടികൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഗാർഹിക പീഡനവും മാരകായുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണവും സമൂഹത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതാണ്. കുടുംബ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന ഘട്ടത്തിൽ വിദഗ്ധമായ കൗൺസിലർമാരുടെയോ നിയമവിദഗ്ധരുടെയോ സഹായം തേടുന്നത് അക്രമങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. പരാതികൾ ബോധിപ്പിക്കാൻ പോലീസ് സംവിധാനങ്ങളോ കുടുംബ കോടതികളോ നിലവിലിരിക്കെ ഇത്തരം കയ്യേറ്റങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണെന്നാണ് സാമൂഹിക നിരീക്ഷകർ വിലയിരുത്തുന്നത്. തിരുവനന്തപുരം ഇലകമണ്ണിൽ അരങ്ങേറിയ ഈ ദാരുണ സംഭവം കേരളീയ സമൂഹത്തിന് മുന്നിൽ ഗൗരവകരമായ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. വ്യക്തിപരമായ തർക്കങ്ങൾ അക്രമാസക്തമായ രീതിയിലേക്ക് മാറുന്നത് തടയേണ്ടതിന്റെ അനിവാര്യതയാണ് ഈ കേസ് അടിവരയിടുന്നത്. മറ്റൊരു യുവതിയുമായി ഭർത്താവ് എത്തിയത് ഭാര്യയുടെയും കുടുംബത്തിനെയും പ്രകോപിപ്പിച്ചു എന്നത് സ്വാഭാവികമാണെങ്കിലും നിയമം കയ്യിലെടുത്ത് മാരകമായ രീതിയിൽ ആക്രമണം നടത്തിയത് അംഗീകരിക്കാനാവില്ല. വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നത് ഇത്തരം ക്രിമിനൽ കേസുകളിലെയും ജയിൽ ശിക്ഷയിലേക്കുമാണ് നയിക്കുന്നത്. വിവാഹ ബന്ധങ്ങളിൽ അവിശ്വാസമോ മൂന്നാമതൊരാളുടെ ഇടപെടലോ ഉണ്ടായാൽ അത് പരിഹരിക്കാൻ സിവിൽ നിയമങ്ങളും കുടുംബ കോടതികളും നിലവിലുണ്ട്. ശാരീരിക മർദ്ദനത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയുള്ളൂ. ഇത്തരം സാഹചര്യങ്ങളെ കൗൺസിലിംഗ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് ആക്രമണങ്ങൾ തടയാൻ സഹായിക്കും. ചുരുക്കത്തിൽ ഇലകമണ്ണിലെ സംഭവം ഒറ്റപ്പെട്ട ഒന്നല്ല, മറിച്ച് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുതയുടെ സൂചനയാണ്. പരിക്കേറ്റ സിനുവിന്റെ ആരോഗ്യനില മെച്ചപ്പെടുത്തുന്നതിനൊപ്പം തന്നെ ഈ കേസിലെ നിയമ നടപടികൾ എത്രത്തോളം വേഗത്തിൽ പൂർത്തിയാകുമെന്നതിലൂടെ മാത്രമേ നീതി ഉറപ്പാക്കാൻ സാധിക്കൂ.